ഹായ്. ഒരു കഥ പറയട്ടെ? ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ആർട്ട് എന്ന് പറയും. നമ്മൾ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. മുന്നേ ഫ്രാൻസിലെ ഒരു എയർപോർട്ടിൽ നടന്ന സംഭവമാണ്. ഒരു വൈറ്റ് ലേഡി, അക്കാലത്ത് വർണ്ണവിവേചനം കാര്യമായിട്ട് നിലനിന്നുകൊണ്ടിരുന്ന ഒരു സമയം. നീഗ്രോസിന് മേലെ എന്താ പറയുക, വെള്ളക്കാർക്കുണ്ടാകുന്ന ഒരു വെറുപ്പുണ്ടല്ലോ, അതാണ് ഈ കഥേൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഒരു വൈറ്റ് ലേഡി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ നിന്ന് തനിക്ക് പോകാനുള്ള ഫ്ലൈറ്റിൽ കയറി സ്ത്രീയുടെ സീറ്റിലേക്ക് ഇരിക്കാൻ നോക്കുമ്പോഴാണ് തൊട്ടടുത്ത സീറ്റിൽ ഒരു നീഗ്രോ ഇരിക്കുന്നത് കാണുന്നത്. പെണ്ണുങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി. പെണ്ണുങ്ങൾ ഒച്ച വെക്കാൻ തുടങ്ങി. എനിക്ക് 12 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതാണ്, ഒരു നീഗ്രോൻ്റെ അടുത്ത് ആണോ ഞാൻ ഇരിക്കേണ്ടത്? എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല, ഈ ഫ്ലൈറ്റിൽ ചോദിക്കാൻ ആരുമില്ലേ, അങ്ങനെ ഇങ്ങനെയാന്ന് ഭയങ്കര ഒച്ച. അപ്പോൾ സീറ്റിലെല്ലാം ഏകദേശം എല്ലാ ആൾക്കാരും ഇരുന്ന് കഴിഞ്ഞു. അത്യാവശ്യം ആ വർണ്ണവിവേചനം ഒഴിവായി പോകുന്ന അങ്ങനെ ഒരു പീരീഡിലായിരുന്നു അത്. അപ്പോൾ എയർ ഹോസ്റ്റസ് അടുത്ത് വന്നു. മേഡം, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ ഈ പ്രശ്നം പറഞ്ഞു. ഇയാൾ എൻ്റെ അടുത്തിരുന്ന് ഈ 12 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോറി, ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥരോട് കാര്യം ചോദിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു. എയർ ഹോസ്റ്റസ് നേരെ അവരെ സുപ്പീരിയർ ഓഫീസർ അടുത്ത് പോകുന്നു. എന്നിട്ട് ഈ കാര്യം ചർച്ച ചെയ്തിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ എയർ ഹോസ്റ്റസ് സുപ്പീരിയർ ഓഫീസറുടെ അടുത്ത് ചോദിച്ചിട്ട് തിരിച്ചു വന്നു. മേഡം, എക്കണോമിക് ക്ലാസ്സിലെ സീറ്റുകളെല്ലാം ഫുള്ളാണ്, ബിസിനസ് ക്ലാസ്സിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് മേഡം എന്ത് ചെയ്തു, വൈറ്റ് ലേഡി എന്ത് ചെയ്തു, ബാഗൊക്കെ എടുത്ത് വെച്ച് വേഗം പോകാനൊരുങ്ങുമായിരുന്നു. അപ്പോൾ എയർ ഹോസ്റ്റസ് പറഞ്ഞു, മേഡം ഷിഫ്റ്റ് ചെയ്യുന്നത് മേഡത്തിനെ അല്ല, മറ്റേ സാറിനെയാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അത്ര നേരം അപമാനം കൊണ്ട് കൂടിയിരുന്ന ആ മനുഷ്യൻ മെല്ലെ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ്, എക്കണോമിക് ക്ലാസ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബിസിനസ് ക്ലാസ് സീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലഗേജ് എടുത്ത് മാറാൻ നോക്കുക. അപ്പോൾ എന്താ പറയുക, ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അയാൾ വളരെ സന്തോഷത്തോടെ അവിടുന്ന് മാറിപ്പോകാൻ നോക്കി. അത്രയും നേരം ഒച്ച വെച്ചുകൊണ്ടിരുന്ന വൈറ്റ് ലേഡി വല്ലാതെ ഷെയിമായി കൂനിക്കൂടിയിരുന്നു. അപ്പോൾ സാഹചര്യം എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല.